പ്രാപിക്കും. എന്നോട് പരിശുദ്ധാത്മാ പറ കേട്ടോ, രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. രക്ഷപ്പെടണം. ഈ മാർഗത്തിലെ രക്ഷയുള്ളൂ. അതിനെന്താ മാർഗം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം എന്നെ പരിശുദ്ധാത്മാ ഇങ്ങനെ, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതെ അതെ. ഓ രക്ഷപ്പെട്ടു വായിരി. അയ്യോ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഞങ്ങളുടെ ഇവിടുന്ന് ആരെങ്കിലും ഫോൺ ചെയ്ത് പേര് വല്ലതും പറഞ്ഞോ? ഇല്ല ഇല്ല. ഇവിടുന്ന് കിങ്കരന്മാരെ ചാരന്മാരെ ആരെങ്കിലും വിട്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇവിടെ ഞാൻ പാകിസ്ഥാനേക്ക് ബോംബ് വിടുന്ന അവിടെ പോയി ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നും വിട്ടിട്ടൊന്നുമില്ല. ഗ്രേസി ആൻറ്റി പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു, 3 വിഷയത്തിൻ്റെ അകത്തൊരു മറുപടിയുമായിട്ട് നിങ്ങളിന്ന് പോകത്തു. നിങ്ങൾ ഒരു വിഷയത്തിൽ നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ദൈവം ഇന്ന് സെറ്റിൽ ചെയ്യാൻ പോകാന്ന് പറയാം. എന്തോ ചില പേപ്പർ വർക്കുകളൊക്കെ ഫിനിഷ് ആകുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ചില പേപ്പർ വർക്കുകൾ ശരിയാകുന്നു, അഡ്മിഷനോ പേപ്പർ വർക്കോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കർത്താവിനെ കാണിക്കുന്നു. അതൊക്കെ ഞാനിങ്ങനെ കാണുക, വലിയൊരു സംഭവമൊക്കെ ഇങ്ങനെ എഴുതി വരുന്നു, ആക്സസ് എന്നും ഗ്രാൻഡഡ് എന്നും എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. കർത്താവ് എന്നോട് പറയുന്നു, ഒരു യാത്രയ്ക്ക് ഒരുങ്ങിക്കോളാൻ പറയാൻ പറയുന്നു. അങ്ങനെ വിഷയമുണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ മോള്. എന്തോ പഠിക്കുന്നേ? അവൾ BCA കഴിഞ്ഞതാ. ദുബായിക്ക് പോകാൻ വേണ്ടി പ്ലാനുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സക്സസ് ആവും. 1 അത് സക്സസ് ആവും. 2 നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു വലിയ ആഘോഷം പോലെ എന്തോ നടക്കാൻ പോകുന്നു. തോരണങ്ങളൊക്കെ കിട്ടി, കളർ ലൈറ്റുകളൊക്കെ ഇട്ടേക്കുന്ന പോലെ ഒരു കല്യാണ വീട് പോലെ അത് അലങ്കരിക്കുന്ന രീതിയിലേക്ക് അത് നടക്കാൻ പോവാ. ഈ വർഷം തീരുന്നതിനിപ്പുറം എന്തോ ചില റിങ്ങുകളൊക്കെ കയറുന്നത് പോലെ ദൈവം അത് ചെയ്യും. 3 നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്ക് ഉണ്ട്. ശരിയാണ്? കള്ളത്തരമൊന്നും അല്ലല്ലോ? ആണോ? അല്ല. ആണെന്നങ്ങ് പറഞ്ഞോളാം. അമ്മാമ ഇത് ഈ വിൽക്കാനാവല്ലോ ആണോ? അല്ലേ? അതെ. പ്രോപ്പർട്ടി വിൽക്കണോ? വേണ്ടല്ലോ, വിൽക്കണ്ട, വാങ്ങിക്കും. മതിയോ? ഇടുക്കി കട്ടപ്പന കുറച്ച് ഏറിയ ഉണ്ടല്ലോ ഇത്. ഒരു 45. കുറച്ച് ഏറിയ ഉണ്ടത്. വിൽക്കാം. സമ്മതിച്ചോ? നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, നടക്കുന്നില്ല. ഞാൻ കാണുന്നൊരു കാഴ്ച, കട്ടപ്പന ഇതിനൊരു സ്ഥലത്തിനൊരു പേരുണ്ട്, SN ജംഗ്ഷൻ. കാരണം ഞാൻ ആ ജംഗ്ഷനെ കാണുന്നത്, എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയും. ഞാൻ ആ ജംഗ്ഷനാണ് കാണുന്നത്. ഒരു വലിയ ജംഗ്ഷനൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു ജംഗ്ഷൻ. കാരണം ഈ വസ്തുവിലേക്ക് വന്നു ഇവിടുന്ന് ഇറക്കം ഇറങ്ങി, പിന്നെ ഒരു ചെറിയ കയറ്റമൊക്കെ കയറി, അങ്ങനെയല്ലേ, ഒരു ഇറക്കമൊക്കെ ഇറങ്ങി, പിന്നെ ചെറിയൊരു കയറ്റം കയറി വലതുവശത്ത് കാണുന്ന ആ വസ്തുവാണോ? അത് തന്നെയാണോ? സ്ക്വയറിൽ ഇങ്ങനെ കിടക്കുന്ന വസ്തു അത് തന്നെയാണോ? എന്നെ കർത്താവ് അങ്ങനെ കാണിക്കുന്നു. വലതുവശത്ത് കിടക്കുന്ന ഒരു വസ്തു കാണിക്കുന്നു. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും നട്ടിട്ടില്ലേ? ഇതിൻ്റെ അകത്ത് ഏലമല്ലേ കിടക്കുന്നത്? ഏലത്തിന്റെ ഇല ഇങ്ങനെ കിടക്കുന്നു. അതാണോ കിടക്കുന്നത്? ഏലമാണ് കാണിക്കുന്നത്, ഏലക്ക കാണിക്കുന്നു. സൈഡിലെല്ലാം കുറെ മരങ്ങളൊക്കെ നിപ്പുണ്ട്. വേണൊരു അടയാളം ഞാൻ പറയാം. വലിയ ഒരു അങ്ങേ അറ്റത്തൊരു ആഞ്ഞിലി നിപ്പുണ്ട്, വലിയൊരു ആഞ്ഞിലി നിപ്പുണ്ട് അങ്ങേ അറ്റത്ത്. നിങ്ങളുടെ അതിരിലാണോ അപ്പുറത്തെ അതിരിലാണോ? അപ്പുറത്തെ അതിരിലാണ് നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ അതിര്. ആ മൂലയ്ക്ക് അതല്ലേ അതിര്. എനിക്കത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ അത് വിറ്റുപോടും. നല്ല
അപ്പുറത്ത് കിടക്കുന്ന വസ്തുക്കാരോട് ചോദിക്കാൻ മേലായിരുന്നു ഇത് വേണമെന്ന്, ആ വീട്ടുകാരോട്. അവർക്ക് ഞങ്ങൾ കൊടുത്ത വസ്തുവില്ല അവർ താമസിക്കുന്നത്. ഒരേക്കർ വസ്തുവായിരുന്നു. തൊട്ടപ്പുറത്തെ വീട് അവരെ നിങ്ങൾ കൊടുത്ത വസ്തുവിൽ അവർ താമസിക്കുന്നത്. കൊടുത്ത വസ്തുവാ ആ വാർത്ത വീടിരിക്കുന്ന വീട് അത് തന്നെയല്ലേ? അതെ. എനിക്ക് കാണാം, ഇവിടെ നിന്ന് കാണാം, തൊട്ടപ്പുറത്തൊരു വസ്തു കാണാം, വാർത്ത വീട് അതിനോട് ചേർന്ന്. പിന്നെ മുള്ളുവേലിയാന്ന് കെട്ടിയേക്കുന്നത് ബാക്ക് സൈഡിൽ, അതോ എന്തോ അത് ഒരു മുള്ളുവേലി പോലെ കാണുന്നത്, അത് അവരുടെ അതില്ലാന്ന് തോന്നുന്നു. ഒരു മുള്ളുവേലി കിടക്കുന്ന കാണുന്നു. എനിക്കിവിടെ നോക്കി അതൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുക. അതിൽ ഇവിടെ ദൂരെ റോഡിൽ നിന്ന് നോക്കാം എനിക്ക്, ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നത്. കർത്താവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച, കഴിഞ്ഞ 2 വർഷമായി നടക്കാത്തത് നടക്കും. 2 വർഷം. ഇപ്പം അതിന് വില വളരെ താന്നാ ചോദിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാ കൊടുക്കാൻ മടിച്ചത്. പക്ഷെ അത് നടക്കും. എൻ്റെ പട്ടയത്തിൻ്റെ അകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും. അത് വിറ്റുപോകും. കർത്താവിനെ അങ്ങനെ കാണിക്കും. അവരോട് തന്നെ ചോദ്യം എടുക്കുന്നോ എന്ന് ചോദ്യം, ചുമ്മാ ചെന്ന് ചോദ്യം എടുക്കുമോ എന്ന് ചോദ്യം. ഞങ്ങളിത് കൊടുക്കാൻ പോവാ, എടുക്കുന്നോ എന്ന് ചോദ്യം. ആ മതിലിന് ഇങ്ങപ്പുറത്ത് കിടക്കുന്ന വസ്തു അവരെടുക്കും. എടുക്കും. സിമന്റ് കട്ട കൊണ്ട് കെട്ടി ഈ വസ്തു, ഈ മതിലുള്ള വസ്തു അവരെടുക്കും. മാത്യു, വീട്ടിലെ പുള്ളിയുടെ പേര് മാത്യു എന്നാണോ? അറിയത്തില്ല. ഷാജി മാത്യു എന്നാ പുള്ളിയുടെ പേര്, ഫുൾ നെയിം. ചെന്ന് ചോദിച്ചു നോക്കിക്കോ. ഷാജി മാത്യു എന്നാ പുള്ളിയുടെ ഫുൾ നെയിം. ഒരു 6 എന്നുള്ള പേര് ചേർത്ത് ഒരു 6 ഉണ്ട് അവിടെ. ഓക്കെ, അത് ചുമ്മാ ചോദിച്ചാൽ മതി. ഷാജി മാത്യുവിനോട് നീ വരുന്നത് എടുക്കുകയും ചോദിക്കും, പുള്ളി എടുത്തോളും. ഇപ്പം പുള്ളിയുടെ ചില കാശിരിപ്പുണ്ട്, അപ്പം അതുകൊണ്ട് അങ്ങ് എടുത്തോളും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നത് വെറുതെ ആയില്ല. നിങ്ങളുടെ ബിസിനസ്, മകളുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ്സേ തീരത്തില്ല. എന്നെ കർത്താവ് കാണിക്കുന്നത് ഈ എക്സ്പോർട്ട് പോലത്തെ ഒരു സംഭവം ദൈവം അവളെ കൊണ്ട് ചെയ്യിക്കും. ഒരു കാരണവശാലും നടക്കത്തില്ലെന്ന് വിധി എഴുതിയത് നടക്കും. കർത്താവിനോട് പറയുന്നു, നിങ്ങൾ ഇപ്പം താമസിക്കുന്നിടത്തു നിന്ന് തന്നെ ദൈവം നിങ്ങളെ മാറ്റും. പുതിയൊരു ഭവനത്തിൽ ദൈവം കൊണ്ട് എത്തിക്കും. പുതിയൊരു വീട് പണിയും. ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കും. കർത്താവ് കൂടെയുണ്ട്. 2 പെൺമക്കളാണോ? ഒരു മോനല്ലേ ഉള്ളത്? ഓക്കെ, ഡൺ. അവനെന്തോ ചെയ്യുന്നു? മോന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടെ. വന്നത് വെറുതെ ആകുകയല്ല. ഇരുന്നാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.